സയ്യിദുൽ ഉലമയുടെ പിന്നാലെ നടക്കുന്നത് ഞങ്ങൾക്കൊട്ടും യോഗ്യതയില്ല, ഞങ്ങൾക്ക് പാരമ്പര്യം അവകാശപ്പെടാനില്ല, ഞങ്ങൾ ദോഷികളാണ്. അതുകൊണ്ട് തങ്ങളെ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. അത് മദീനയിലെത്താനാണ്, ആരംഭപ്പൂവിനെ മുത്താനാണ്, ആ കരം കവരാനാണ്. അതിനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ, അതിനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. സയ്യിദുൽ ഉലമയുടെ വർത്താനം കേട്ടല്ലോ, ആരെയും കുറ്റപ്പെടുത്താതെ തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ ഇൽമും കിതാബും പറഞ്ഞു പോയ ആ സാധുവായ മഹാമനുഷ്യ റബ്ബേ, പകരം വെക്കാൻ വേറൊരാള് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ആക്ഷേപങ്ങളും അക്രമങ്ങളുടെ അസ്ത്രങ്ങളും ഒക്കെ ആ ശരീരത്തിലേക്ക് വന്ന് പതിയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീ കാത്തിരക്ഷിക്കണേ അല്ലോ. ദീർഘകാല സുന്നത്ത് ജമാഅത്തിന്റെ കാവൽ ഭടനായി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ നീ കരുത്തു കൊടുക്കണേ റബ്ബേ, കരുത്തു കൊടുക്കണേ അല്ലാ, കരുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ കൂടെ സംരക്ഷണ വലയം തീർക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിനെ നീ ഒരുമിപ്പിക്കണേ റബ്ബേ, ഒരുമിപ്പിക്കണേ അല്ലാ. ഒറ്റ പതാകയുടെ കീഴിലാക്കണേ അല്ലാ, ഒറ്റ സയ്യിദിന്റെ കീഴിലാക്കണേ അല്ലാ, ഒറ്റ സ്റ്റേജിന്റെ മുന്നിലാക്കണേ റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണേ നാഥാ. ഇത് റമളാനാണ്, സാധാരണ മാസം പോലെയല്ല. നീ ഞങ്ങളെ പരിഗണിക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ. നൗഷാദ് ബാക്കവി കണ്ണ് നിറച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ദുബൈയിലെ സഫാരി മാളിൽ വെച്ച് നടന്ന റമളാൻ പ്രഭാഷണ പരിപാടിയിൽ സയ്യിദുൽ ഉലമ സംസാരിച്ച് വേദി വിട്ടതിന് ശേഷം നൗഷാദ് ബാക്കവി അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയതിന് ശേഷം നടത്തിയ ദുആയിലാണ് ഇത്തരത്തിൽ സയ്യിദുൽ ഉലമയ്ക്ക് വേണ്ടി നെഞ്ചു പൊട്ടിക്കൊണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പടയും. കാരണം എന്താ, സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്നത് മുതൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ക്രൂരമ്പുകളാ. കാരണം എന്താ, ഒരുത്തന് മുന്നിലും നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെന്റ്. നട്ടല് വളക്കാൻ തയ്യാറല്ല, അത് തന്നെയാ പ്രശ്നം. ഈ നട്ടല് ഇങ്ങനെ നിവർത്തിപ്പിടിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുകയാ. എല്ലാവരും അമ്പെയ്യുന്നത് ലക്ഷ്യസ്ഥാനം ഒന്ന് മാത്രം, സയ്യിദുൽ ഉലമ. കാരണം എന്താ, സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ തൻ്റെ ചെറുവിരലിൽ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുകയാ, ഒരു പോറലേൽക്കാൻ അനുവദിക്കാതെ സയ്യിദുൽ ഉലമ. അപ്പോൾ എല്ലാവരുടെയും അമ്പ് നേരെ പായുന്നത് സയ്യിദുൽ ഉലമയിലേക്കാ. പക്ഷേ ഈ ഉമ്മത്ത് വലിയ ഒരു സുരക്ഷാ വലയം ഇങ്ങനെ തീർത്തിരിക്കുകയാ. വലിയ ഒരു സുരക്ഷാ വലയം ഒരാൾക്കും ഭേദിക്കാൻ കഴിയില്ല. വളരെ അഭിമാനത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി, അതിലേറെ ഒരു തെല്ല്, ഒരു കുറച്ച് വേണമെങ്കിൽ അഹങ്കാരത്തോടു കൂടി തന്നെ, അങ്ങനെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാ, ഇച്ചിരി അഹങ്കാരത്തോടു കൂടി പറയാ, ഞാനൊരു സമസ്തക്കാരനാ. അത് അള്ളാഹ് തന്ന വലിയ ഒരു തൗഫീക്കാ. ആ സമസ്തയോടൊപ്പം അടിയുറച്ച് നിൽക്കാൻ കഴിഞ്ഞതും. ഇന്ന് നിന്റെ പ്രയോറിറ്റി എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സമസ്തക്കാ. ആ സമസ്ത കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ, എന്തും, ആരും, എവിടെയും. അതൊരു വല്ലാത്തൊരു തൗഫീക്കാ. അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സയ്യിദുൽ ഉലമ വിളിച്ചാൽ ഓടിയെത്താനുണ്ട് എന്നുള്ളതാ. അപ്പോൾ നൗഷാദ് ബാക്കവി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ നെഞ്ച്, അല്ലെങ്കിൽ നമ്മളറിയാതെ ആമീനൊന്ന് അത്രയും ശക്തമായിട്ട് ഉറപ്പോടുകൂടി നമ്മളങ്ങ് പറഞ്ഞു പോകും. കാരണം എന്താ, ഞാനിപ്പോൾ ഓർക്കുക, സമസ്തയുടെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കുണിയയിലെ മഹാസമ്മേളനം, ഇൻ്റർനാഷണൽ സമ്മേളനം നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് സയ്യിദുൽ ഉലമ ഒരു ശതാബ്ദി സന്ദേശയാത്ര കന്യാകുമാരി മുതൽ എവിടെ വരെ, മംഗലാപുരം വരെ നടത്തുന്നത്. അപ്പോൾ ഈ സന്ദേശയാത്ര തുടങ്ങുന്നതിന് മുമ്പ് സയ്യിദുൽ ഉലമ വരക്കൽ മക്കാമിൽ ഷംസുൽ ഉലമയുടെ ചാരത്ത്, കണ്ണിയത്ത് ഉസ്താദിൻ്റെ ചാരത്ത്
ചെറുശ്ശേരി ഉസ്താദിൻ്റെ ചാരത്ത്, അങ്ങനെ പാണക്കാട്ട് മക്കാമില്, അങ്ങനെ നിരവധി മമ്പുറം മക്കാമില്, നിരവധി ജിഫ്രി മക്കാമില്, അങ്ങനെ നിരവധി മക്കാമുകൾ സിയാറത്ത് ചെയ്ത് അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് ഒരു വല്ലാത്ത നിപ്പ്, എൻ്റെ തങ്ങളൊരു നിപ്പ് നിന്നിട്ടുണ്ട്. ആ നിപ്പ് കണ്ടപ്പോൾ ചങ്ക് പൊട്ടിയതാ. പിന്നീട് അന്ന് ചങ്ക് പൊട്ടിയപ്പോൾ അള്ളാനോട് പറഞ്ഞിട്ടുണ്ട്, പടച്ച തമ്പുരാനെ ഹിമ്മത്ത് നൽകണേ എന്ന്. എൻ്റെ പോക്കറ്റ് നിറക്കണേ എന്നല്ല, എന്നെപ്പോലെ പ്രാർത്ഥിച്ച ഹിമ്മത്ത് നൽകളെ ഞങ്ങളുടെ തങ്ങൾക്ക് എന്ന് മനമുരുകി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇല്ലേ? അത് വല്ലാത്തൊരു നിപ്പായിരുന്നു. എന്നിട്ട് തങ്ങളിങ്ങനെ കൈവച്ചിട്ട് പലതും പറഞ്ഞും പലതും പറയാതെയും തൻ്റെ ശേഖന്മാരോട്, തൻ്റെ ഉസ്താദന്മാരോട്, തൻ്റെ ഉമറാക്കളോടൊക്കെ പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ് ആ ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തങ്ങൾ തുടക്കം കുറിച്ചത്. ഒരു വല്ലാത്ത ഘട്ടമായിരുന്നു അത്. വരാമെന്ന് പറഞ്ഞ പലരും വഴിമാറി നടന്ന ഘട്ടം. വരാമെന്ന് പറഞ്ഞ പലരും വഴിമാറി നടന്നു. പക്ഷേ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യമാണ്, സമസ്തയുടെ സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയായിരുന്നു അല്ലേ? ആ സയ്യിദുൽ ഉലമ വിളിച്ചപ്പോൾ കുണിയയുടെ മണ്ണിലേക്ക് ലക്ഷങ്ങൾക്ക് വരാൻ ഒരു മടിയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമ്മേളനം അവസാനിച്ച് അവിടെ നിന്ന് സലാത്ത് ചൊല്ലി പിരിഞ്ഞ് മൈക്കങ്ങ് ഓഫാക്കിയപ്പോൾ ആ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നൃത്തം ആ കുണിയയുടെ മണ്ണിൽ നിന്നിട്ടുണ്ട്. എന്താ, കുറച്ചു നേരം കൂടി ആവായിരുന്നു. കാത്ത് കാത്ത് വന്ന് അവസാനം അതിൽ കണ്ണികളിൽ ഒരാളായി, ലക്ഷത്തിൽ ഒരാളായി ആ മണ്ണിലെത്തി. സയ്യിദുൽ ഉലമയുടെ ആഹ്വാനത്തിനനുസരിച്ച് അവിടെ എത്തി. അവസാനം അത് തീർന്നു പോയപ്പോൾ തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ആവലാതി മനസ്സിൽ കയറിയിട്ട് ആ ലക്ഷങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോയിട്ടുണ്ട് ആ കുണിയയുടെ മണ്ണിൽ അല്ലേ? അന്ന് ആ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സമസ്ത വിളിച്ചാൽ വരിക എന്നുള്ളത് മാത്രമല്ല, സമസ്ത പറഞ്ഞാൽ പോകാതിരിക്കാനും ഈ ഉമ്മത്തിന് അറിയാമെന്ന് അല്ലേ? പലർക്കും പലതും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് സമസ്തയുടെ 100ാം വാർഷികം അവസാനിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല ആവർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഇതൊരു ഭാഗ്യാടോ. ഇത് എല്ലാവർക്കും കിട്ടൂല. അത് കിട്ടാത്തവനത് മനസ്സിലാകൂല. ഇത് വല്ലാത്തൊരു ഭാഗ്യ. ഈ സമസ്തക്കൊപ്പം നിൽക്കാന്, സയ്യിദുൽ ഉലമക്കൊപ്പം നിൽക്കാന് ആരുടെ ആഹ്വാനത്തിനനുസരിച്ച്? മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ആഹ്വാനത്തിനനുസരിച്ച്. ബാപ്പുഹാജിയോട് പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ബാപ്പുഹാജി എൻ്റെ തങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നൊരു കാലം വരും, അന്ന് എൻ്റെ തങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞത് ബാപ്പുഹാജിയോടാണെങ്കിലും ആ ആജ്ഞ അത് ഈ ഉമ്മത്തിനോടായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കുണിയയുടെ മണ്ണില് ആ ലക്ഷങ്ങൾ വന്ന് സംഗമിച്ചതിന് സാക്ഷിയായിട്ട് ആ സദസ്സില്, ആ വേദിയില് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഉണ്ടായിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ആ ശംസുൽ ഉലമയുടെ മുമ്പില് അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. ആ സമാപന സമ്മേളനത്തിൽ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ എന്തായിരുന്നു? നമ്മൾ സാക്ഷികളാണ് അല്ലേ? സാക്ഷ്യം പറയേണ്ടവരാണ്, സാക്ഷികളാവേണ്ടവരാണ് എന്നായിരുന്നു അന്ന് ആര് പറഞ്ഞത്? ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അതെ, ഈ ഉമ്മത്ത് സാക്ഷികളാവുകയായിരുന്നു, അല്ലെങ്കിൽ സാക്ഷ്യം പറയുകയായിരുന്നു ശംസുൽ ഉലമയോട്. ശൈഖുനയോട് നമ്മൾ സാക്ഷ്യം പറയുകയായിരുന്നു. ശൈഖുന പറഞ്ഞ വാക്ക് ഈ ഉമ്മത്ത് ഏറ്റെടുത്തു എന്നുള്ള സാക്ഷ്യം അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഇത് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ പല കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, സൽക്കർമ്മങ്ങൾ, അമലുകളൊക്കെ ചെയ്യുന്ന ആളുകളാ. ആ കൂട്ടത്തിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
വൈകുന്നേരമാകുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത്, അപ്പോഴ് ആ കൂട്ടത്തിൽ ഒരു ഫാത്തിഹ നിങ്ങൾ നിങ്ങളുടെ മരണപ്പെട്ട ആളുകളിലേക്ക് ഫാത്തിഹ ഓതുന്നുണ്ടാവും. പിന്നാന ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുന്നുണ്ടാവും. നിങ്ങളുടെ ഉപ്പ, ഉമ്മ, ഭാര്യ, അങ്ങനെ ആരുമാകട്ടെ പലരുടെയും ഹദ്റത്തിലേക്ക് നിങ്ങൾ ഫാത്തിഹ ഓതുന്നവരായിരിക്കും ദിവസവും. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് കൂടി ഒരു ഫാത്തിഹ എല്ലാ ദിവസവും ഒന്ന് ഓതി നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഓതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമസ്തക്കൊപ്പം നിൽക്കാൻ കഴിയുക അതൊരു തൗഫീക്ക്, വല്ലാത്തൊരു തൗഫീക്കാ. എല്ലാവർക്കും കിട്ടൂല. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ പരിശ്രമങ്ങൾ നടത്തുന്ന എല്ലാവരും ഉണ്ടല്ലോ. ഒരു കാര്യങ്ങൾ ഓർത്തോളി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കൂല. എന്താണെന്നറിയാമോ? എല്ലാവർക്കും ഈ സമസ്തക്കൊപ്പം നിൽക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹ് എഴുതിയിട്ടില്ലെന്നേ. അള്ളാഹിൻ്റെ ആ ഒരു എല്ലാ ഹൈറും ഷെറും പടച്ച തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ തൗഫീക്ക് എല്ലാവർക്കും എഴുതിയിട്ടില്ല. അതാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ ഒരുപാട് ഇങ്ങനെ പറയാനോ അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്യേണ്ട വലിയ വിവാദ വിഷയമൊന്നും ആയിട്ടല്ല. പക്ഷേ നൗഷാദ് വാക്കവിയുടെ ആ ദുആ ഉണ്ടല്ലോ, അത് വല്ലാതെ മനസ്സിൽ അങ്ങോട്ട് തട്ടിയിട്ട് വല്ലാത്തൊരു ആശങ്ക. ആരോടൊക്കിലൊക്കെ ഇതൊക്കെ ഒന്ന് പറയണം, ഇത് ആരെങ്കിലെയൊക്കെ ഒന്ന് കാണിക്കണം. കാരണം സയ്യിദുൽ ഉലമയുടെ പ്രാധാന്യം അത് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഈ ഉമ്മത്ത്, ഞാൻ സയ്യിദുൽ ഉലമയ്ക്ക് ശേഷം മറ്റൊരാളില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഉമ്മത്തിനെ കടിഞ്ഞാണ് പിടിച്ച് നടത്താൻ ഏറ്റവും പ്രാപ്തിയുള്ള വ്യക്തി അത് സയ്യിദുൽ ഉലമ തന്നെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൽമിൻ്റെ ആഴാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തർബിയത്ത് ആ സയ്യിദുൽ ഉലമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തർബിയത്ത് ആരുടേതാണെന്നാ? അത് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടേതാ. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിനയമാണ്. പലതും നേടിയെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയിൽ ഉണ്ടായിട്ടും ഒന്നും വേണ്ട എന്നുള്ള ഇത്. പിന്നെ ആ തലക്കെട്ടും ആ താടിയും ആ മുഖഭാവവും കാണുമ്പോൾ തന്നെ ഉണ്ടല്ല വല്ലാത്തൊരു ഗാംഭീര്യ. അത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? മഹാനായ ശൈഖുന ശംസുൽ ഉലമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം ആ ശൈഖുന ശംസുൽ ഉലമയുടെ തർബിയത്ത് കിട്ടിയ വ്യക്തിയാണെന്നുള്ളതാ. അതുകൊണ്ട് ആ സയ്യിദുൽ ഉലമയുടെ ചെറുവിരലിലെ ഒരു കണ്ണിയാവാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ?